കൂപ്പുകരങ്ങളോടെ യൽധാരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ ജീവന്റെ നാഥനായി, നിത്യജീവന്റെ അപ്പമായി, ഹൃദയത്തിൻ്റെ നാഥനായി, നിന്റെ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രമായി ഇതാ കർത്താവ് യൽധാരയിൽ എഴുന്നള്ളിയിരിക്കുന്നു. ഈശോയെ കണ്ണു തുറന്ന് കണ്ട് ഹൃദയം കൊണ്ട് ജീവിതം കൊണ്ട് ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, കരങ്ങൾ രണ്ടും തുറന്ന് യാചനാപൂർവ്വം പിടിക്കാം. കണ്ണു തുറന്ന് കർത്താവിനെ കാണാം. നിൽക്കുകയോ എഴുന്നേറ്റ് നിൽക്കുകയോ ഇരിക്കുകയോ നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ എങ്ങനെയാണോ അതിനനുസരിച്ച് ഈ നിമിഷങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം യൽധാരയിൽ ആരാധനയ്ക്ക് യോഗ്യനായവൻ എഴുന്നള്ളിയിരിക്കുന്ന സമയമാണ്. ഇതാ മുഖ്യദൂതന്മാര് ഈ ദിവ്യകാരുണ്യത്തിന്റെ ചാരയുണ്ട്, കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെയുണ്ട്. സ്വർഗം മുഴുവനും ഇതാ നമ്മുടെ ചാരയുണ്ട്. സ്വർഗത്തിന്റെ അതിശക്തമായ സാന്നിധ്യമാണ് ഇതാ മക്കളെ ഇപ്പോൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ മുഴുവനും സ്വർഗീയ സാന്നിധ്യത്തിന്റെ വെളിപ്പെടുത്തലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ടാണല്ലോ ആരാധന നിമിഷങ്ങളിൽ അനേകം ജീവിതങ്ങളിൽ അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ സംഭവിക്കുന്നതിന് കാരണം ദൈവസാന്നിധ്യം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിന്റെ സാന്നിധ്യം ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സ്നേഹത്തിലേക്ക് നിന്റെ ഹൃദയം ചേർത്ത് വെച്ച് വിഭജിക്കപ്പെടാത്തൊരു ഹൃദയത്തോടെ നിന്നെ സ്നേഹിച്ചവനല്ലേ യൽധാരയിൽ എഴുന്നള്ളിയിരിക്കുന്നവൻ. നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയല്ലേ മോളെ മോനെ ചങ്ക് പൊളിച്ചങ്ങോട്ട് തന്നത്. ഇതിനേക്കാൾ അപ്പുറം നമ്മുടെ ദൈവത്തെ നമ്മെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? സ്വന്തം സഹോദരന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പറഞ്ഞ് പഠിപ്പിച്ച കർത്താവ് കാൽവരിയുടെ നെറുകയിൽ സ്വജീവൻ നൽകിയിട്ടല്ലേ നമ്മെ സ്നേഹിച്ചത്. ഇതിനപ്പുറം നിന്റെ ദൈവത്തിന് നിന്നെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? ഇതാ സ്നേഹമാണ് ഈ യൽധാരയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. ആ സ്നേഹം ഇതാ നമ്മുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മുടെ ജീവിതങ്ങളില്, നമ്മുടെ കുടുംബങ്ങളുടെ മേല്, നമ്മുടെ ജീവിതത്തിന്റെ സർവ്വ സാഹചര്യങ്ങളുടെ മേലൊക്കെ ആ സ്നേഹത്തിന്റെ ആ ഒരു സാന്നിധ്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെ എല്ലാം സംഭവിക്കും. ആ സ്നേഹത്തിലാണ് നമ്മുടെ രക്ഷ സാധ്യമായത്. ആ സ്നേഹത്തിലാണ് നമുക്കുള്ള വിടുതൽ സാധ്യമായത്. ആ സ്നേഹത്തിലാണ് നമുക്കുള്ള സൗഖ്യം സംഭവിച്ചത്. ആ സ്നേഹത്തിലാണ് നമ്മുടെ വീണ്ടെടുപ്പ് സാധ്യമായത്. അങ്ങനെയെങ്കിൽ മക്കളെ, ഈ സ്നേഹത്തിന്റെ സാന്നിധ്യത്തിൽ സർവ്വതും സംഭവിക്കുമെന്ന് നീ വിശ്വസിക്ക്. സ്വർഗമിറങ്ങി നിൽക്കുന്ന സമയമല്ലേ. സംഭവിക്കാനുള്ളതൊക്കെ ഈ നിമിഷങ്ങളിൽ സംഭവിക്കും. മാരക രോഗങ്ങള്, മാറാ രോഗങ്ങള്, അതിനുവേണ്ട സൗഖ്യം ഈ നിമിഷങ്ങളിൽ സംഭവിക്കും. വിശ്വസിച്ചേറ്റെടുക്കുക. ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയുണ്ടോ? ഈ നിമിഷങ്ങളിൽ ഈ സാന്നിധ്യം വിശ്വസിച്ചേറ്റെടുക്കുക. അത്ഭുതങ്ങൾ നീ കാണും. നിന്റെ ഭാവി ജീവിതം തകർന്ന് തരിപ്പണമായെന്ന് ചിന്തിച്ച് ആകുലപ്പെട്ട് മനസ്സ് തളർന്ന് ജീവിതം നൊമ്പരപ്പെട്ട് പരിഭ്രാന്തയുടെ ഇങ്ങനെ ഭ്രാന്തമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ? വിശ്വസിക്ക്. ഈ സാന്നിധ്യത്തിന് നിന്നെ വിശുദ്ധീകരിക്കാൻ, വീണ്ടെടുക്കാൻ പറ്റും. അമിതമായ ദുഃഖത്തിന്റെയും ഭയത്തിന്റെയും നിരാശയുടെ ഒക്കെ നടുവിൽ കടന്ന് ഒത്തിരിയേറെ ഭാരമേറിയ മനസ്സുമായിട്ട് കടന്നു പോകുന്നെങ്കിൽ തമ്പുരാന് കൊടുക്ക്. നിന്റെ കർത്താവിന് നിന്റെ ജീവിതത്തിന്റെ ഭാരം ഏറ്റെടുക്കാൻ പറ്റും. ഇതുപോലൊരു ദൈവം വേറെ എവിടെയാ ഉള്ളേ? ഇപ്പൊ നിന്റെ കയ്യെത്തും ദൂരത്ത് നിന്റെ കർത്താവുണ്ടല്ലോ. ഇതാ സ്വർഗം നിന്റെ കയ്യെത്തും ദൂരത്ത്. ഇതാ കർത്താവ് നിന്റെ വിളിക്കപ്പുറം, ഒരു നിലവിളിക്കപ്പുറം കർത്താവുണ്ടല്ലോ. ഇതാ ജീവിക്കുന്ന കർത്താവ് നിന്റെ കണ്ണ് തുറന്നാൽ കാണാവുന്നത്ര ദൂരത്തിലല്ലേ ആയിരിക്കുന്നത്. ഒരിക്കലും അകന്നു പോകാത്ത കർത്താവ്, നിന്റെ കൂടെ ചാര നടക്കുന്ന ദൈവം യൽധാരയിലുണ്ട്. ആ കർത്താവ് നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്
എന്നറിഞ്ഞാൽ വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോടെ നിന്റെ കർത്താവിനെ നിനക്കും സ്നേഹിക്കാൻ പറ്റും. നമ്മുടെയൊക്കെ ഹൃദയം എവിടെയൊക്കെ വിഭജിക്കപ്പെട്ടു പോയില്ലേ? എവിടെയൊക്കെയോ നമ്മുടെ ഹൃദയം ഉടക്കിപ്പോയില്ലേ? എന്തിൻ്റെയൊക്കെ പുറയല്ലേ നമ്മുടെ ഹൃദയം എന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? നിന്റെ ഹൃദയത്തിൽ കർത്താവിനെ രക്ഷകനും നാഥനുമായി പൂജിക്കുവിൻ എന്നല്ലേ പത്രോസ്ലീഹ പറഞ്ഞത്? തമ്പുരാനേ, ഒരു അഭിഷേകം ഞങ്ങൾക്ക് തരണമേ, ഒരു കൃപ ഞങ്ങൾക്ക് തരണമേ, ഒരു സ്നേഹത്തിന്റെ ഒരു സ്പർശനം ഞങ്ങൾ തരണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ഈ സ്നേഹത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ, മക്കളെ, കണ്ണുകൊണ്ടൊന്നും നമ്മൾ കർത്താവിനെയല്ല കാണുന്നത്. നമുക്ക് കർത്താവിനെ ആരാധിക്കാതിരിക്കാൻ പറ്റുമോ? മഹത്വപ്പെടുത്താതിരിക്കാൻ പറ്റുമോ? സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ? ഇവിടെ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രം, നിന്റെ ഹൃദയം പരിശോധിച്ച് കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് വരും. നിന്റെ കരങ്ങൾ നിർമ്മലമാകട്ടെ, പാപത്തിന്റെ സ്പർശനമേൽക്കാത്തതാകട്ടെ നിന്റെ കരങ്ങളും നിന്റെ ഹൃദയവും. അപ്പോൾ നമുക്കൊരു ഒരു സ്വാതന്ത്ര്യത്തോടെ ദൈവസന്നിധിയിൽ കരമുയർത്തി ദൈവത്തെ ആരാധിക്കാൻ പറ്റും. തമ്പുരാന്റെ മുമ്പിലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ എവിടെയെങ്കിലും ഇനിയും വിശുദ്ധീകരണം നടക്കേണ്ട ഹൃദയത്തിന്റെ മേഖലകളുണ്ടെങ്കിൽ അത് കർത്താവിന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചോ. തമ്പുരാനല്ലേ നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. നമുക്ക് എന്തെല്ലാം കുറവുകളുണ്ട്, നമുക്ക് എന്തെല്ലാം പോരായ്മകളുണ്ട്. നമ്മൾ ആരും പൂർണ്ണരല്ലല്ലോ. എന്നിട്ടും ദൈവത്തിന്റെ സ്നേഹമല്ലേ ഈ പൂർണ്ണതയിലേക്ക് അനുദിനം നമ്മളെ കൈപിടിച്ചുയർത്തുന്നത്. നമ്മുടെ അയോഗ്യതയുടെ നടുവിലും പൂർണ്ണമായൊരു സമർപ്പണമാണ് സ്വർഗം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. വീഴ്ചകൾ തമ്പുരാൻ പരിഗണിക്കുന്നില്ല. നമ്മുടെ ഇടർച്ചകളിലേക്ക് ഒന്നും കർത്താവ് കണ്ണെന്നിട്ട് നമ്മളെ കുറ്റപ്പെടുത്തുന്നവനല്ല. കർത്താവിന്റെ കാരുണ്യം അനുദിനം നമ്മളെ വീണ്ടെടുത്ത് 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 അവന്റെ പരിശുദ്ധിയുടെ ഭാഗമാകാൻ നിരന്തരം ദൈവം നമ്മളെ ക്ഷണിക്കുമ്പോൾ ആ കാരുണ്യത്തിലേക്കല്ലേ നമ്മൾ ഉറ്റുനോക്കേണ്ടത്? അവന്റെ കൃപയിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാനല്ലേ സ്വർഗം നമ്മളെ ക്ഷണിക്കുന്നത്? അവരാഗ്രഹത്തോടെ അവരുദാഹത്തോടെ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഓ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഓ ദൈവമേ, നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഹൃദയത്തിന്റെ പരിശുദ്ധിയോടെ നിന്നെ ആരാധിക്കാൻ, ഹൃദയത്തിന്റെ വിശുദ്ധിയോടെ നിന്നെ സ്തുതിക്കുവാൻ ഓ ദൈവമേ, നിന്നെ ഞങ്ങളെ അനുവദിക്കണമേ. കരങ്ങൾ പരിശുദ്ധമായി സൂക്ഷിക്കാൻ നീ ഞങ്ങൾക്ക് കൃപ തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന. നിസ്സാരമാ നീറും ദുഃഖങ്ങൾ നിസ്സാരമാ. ആമേൻ. നാളെ വരുന്ന മഹിമയോർത്താ എന്റെ കർത്താവേ, ഇന്നിൻ ദുഃഖങ്ങൾ നിസ്സാരമാ. കരങ്ങൾ കൂപ്പാം, കട തുറന്ന കർത്താവിനെ കാണാം. ഈശോ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്ന നിമിഷങ്ങളാണ് ഇതൊക്കെ. ഈ ദിവസങ്ങളിലൊക്കെ കർത്താവിന്റെ വലിയ കൃപ നമുക്ക് അനുഭവിക്കാൻ പറ്റും. നിശ്ചയമായിട്ടും നിരന്തരം എല്ലാ ദിവസവും നീ ദൈവത്തിന് സമയം കൊടുത്തു നോക്കിയേ, നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയും തമ്പുരാൻ അനുഗ്രഹിക്കും. ദൈവത്തിന് ഇടപെടാതിരിക്കാൻ പറ്റില്ല. വചനം പറയുന്നുണ്ടല്ലോ, ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നവനോട് ദൈവം വിശ്വസ്തത പുലർത്തും. ദൈവത്തെ ആദരിക്കുന്നവനെ, ദൈവവചനത്തെ ആദരിക്കുന്നവനെ ദൈവവും ആദരിക്കും. വിശ്വസിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സങ്കടങ്ങളും വേദനകളും കർത്താവ് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഈ ദിവസങ്ങളിലും വരുന്ന ആളുകളിലും കർത്താവ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം തരും. വിശ്വസിക്കുക. ആ വിശ്വാസത്തോടെ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ